നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ക്ലേ ചെയ്തെടുത്താലോ. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ക്ലേ ആണ്. ഇവിടെ കിണർ കുഴി കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാക്കി കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അവിടെ ഇനിയും കിടപ്പുണ്ട്. നമുക്ക് അത്ര ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ ഇത്ര എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് വെച്ച് ക്ലേ ഉണ്ടാക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തൊരു ചെറിയ വേണ്ടാത്തൊരു ബക്കറ്റാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിന് കുറച്ച് മുകളിൽ ഈ ഒരു ലെവലിൽ വെള്ളം പിടിക്കാൻ വേണ്ടി മുകളിലത്തെ മണ്ണ് വെച്ച് ആരും ചെയ്യാൻ നിൽക്കരുത്. ഫ്ലോപ്പായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലത്തെ കിണർ കുഴിക്കുന്ന സ്ഥലത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ പോയി എടുത്താൽ. അതിനുശേഷം ഞാൻ ഇവിടെ കമ്പി വെച്ചാണ് ഇളക്കുന്നത്. കാരണം അത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ടായത്. അതുകൊണ്ട് ആ കമ്പിയിട്ട് ഇളക്കുന്നത്. എന്നാലും ഒത്തിരി ഇളവാൻ പാടുണ്ട്. കാരണം കുറച്ച് അതിനെ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ടായിരിക്കും കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. പറ്റാത്തത് നമ്മൾ കൈകൊണ്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ച്. നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. നല്ല പണിയിട്ട് എനിക്ക് പണിയിട്ടുകൊണ്ട് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഇതുപോലെ തന്നെ ചെയ്യുന്ന ഇതിന് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യത്തില്ല. വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ ആകുമ്പോഴത്തേക്കിനും കാണിച്ചു തരാം. ഇത്ര കട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കലങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്കിതാ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് ബക്കറ്റ് ആയതുകൊണ്ട് ഓരോ മണ്ണാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കാരണം കുറച്ചും കൂടി വെള്ളം നമുക്ക് മിക്സ് ആവാനായിട്ട്. ഇത്രയും നമുക്ക് അതിൽ തികയാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല അതിൽ ഒഴിക്കുന്നത്. അതിന് ശേഷം 1 മണിക്കൂർ ശേഷമാണ് ഈ പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പം നല്ലോണം ഒന്ന് അലിഞ്ഞിട്ടുണ്ട് മണ്ണ്. തോർത്ത് ചുറ്റിനെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഒഴിക്കാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത കണക്ക് പണി കിട്ടും. ഞാൻ അബദ്ധം കാണിച്ച് പിന്നെ അകത്തോട്ട് പോയില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തായാലും നല്ലതുപോലെ നല്ല കൈയിട്ട് ഇങ്ങനെ ഇളക്കി. അപ്പോഴത്തേക്കിനാണ് അത് താഴോട്ട് പോകണം. കാരണം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു മുകളിൽ. അടിയിലത്തെ മണ്ണായത് നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ 2ാമത്തെ അരിപ്പാണ് ഇതാ ഇപ്പോൾ ഒഴിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 വട്ടമെങ്കിലും അരിച്ചാണ്. കാരണം അത്രത്തോളം അതിനകത്ത് വേസ്റ്റ് ഉണ്ടായിരുന്നു. കല്ലും കുറച്ച് കമ്പ് കൊള്ളിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കാണിക്കാത്തത് 3ാമത്തെ ഇതും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് വെച്ചത്. ഇനി നമ്മൾ കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അപ്പോഴേ എടുത്തില്ല. കാരണം കുറച്ചും കൂടെ മുകളിലോട്ട് വെള്ളം തെളിയാനുണ്ടായിരുന്നു. നമുക്ക് നല്ലതുപോലെ മണ്ണുള്ളത് കൊണ്ട് നമുക്ക് വെള്ളം മുകളിലോട്ട് ഇനിയും തെളിയാനുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് മണ്ണൊക്കെ ഏകദേശം ഒരു അടിയിലോട്ട് പോയി. അപ്പം നമുക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം തെളിഞ്ഞിട്ടുണ്ടോയെന്ന് ഇപ്പോൾ ഇവിടെ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിക്കളയാം. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു അടപ്പ് വെച്ചാണ് ഞാൻ കോരിക്കളയുന്നത്. കാരണം ആദ്യത്തെ അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം അത്യാവശ്യം കോരിക്കളഞ്ഞതിന് ശേഷം നമ്മൾ തോർത്തുകൊണ്ട് ഒപ്പി എടുത്ത് പിഴിഞ്ഞളയാണ്. പിന്നെ നമ്മൾക്ക് നല്ല വെയിലുള്ള ദിവസമാണ് ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് മുകളിൽ കൊണ്ടുപോയിട്ട് കൈലിയാണ് ഞാൻ വിരിച്ചിട്ടത്. വേറെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. കൈലി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഫുള്ളും നല്ല രീതിക്ക് അങ്ങനെ പരത്തിയിട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയത്ത് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വെയിലില്ലാത്ത ദിവസങ്ങളിലും ചെയ്യുന്ന വേറെയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഉച്ചവരെ വെയിലും വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മഴയാണ്. അതുകൊണ്ട് ഒരു മഴക്കോള് കണ്ടപ്പോൾ തന്നെ അടുത്ത് കുളിമുറിയിലിട്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ സാധനമൊക്കെ അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഇളക്കിയെടുക്കാൻ വേണ്ടി പോകും. ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു. കാരണം അത്രത്തോളം അഴുക്കുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമല്ലേ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന്. ഇനി എത്ര കുളിച്ചാലും ശരിയാണ്, റിസൾട്ട് കിട്ടുന്നവരെ നമുക്കൊരു സമാധാനം കാണത്തില്ല. ഈ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര തുള്ളിച്ചാടലായത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു കാര്യം പറയാനുള്ള, കിണർ കുഴിക്കുന്ന മണ്ണ് വെച്ച് ഞാൻ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്തത്. എനിക്കറിയത്തില്ല, ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. എന്നാലും റിസൾട്ട് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ കുറേയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേണ്ട അവിടെ പ്രസ് ചെയ്ത് അവിടെ വെച്ചപ്പോൾ തന്നെ അത് തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെ ഇരുന്ന്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ക്ലേ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടി എങ്ങനെയുണ്ട്? എനിക്ക് നിങ്ങൾക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഈ ക്ലേ വെച്ച് എന്തൊക്കെ ചെയ്യണോ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ തരാം. എങ്ങനെയുണ്ട് ഐഡിയ? പിന്നെ ഒരു കാര്യം, എനിക്ക് ക്ലേ ബിസിനസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ടിനുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പോൾ ഈ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കമൻറ്റ്സ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.